ഓം ശാന്തി. തൻ്റെ ജീവിതത്തിൽ എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞിട്ടും എല്ലാ രീതിയിലും എഫേർട്ട് എടുത്തിട്ടും എല്ലാം ഞാൻ മാക്സിമം ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു 90% ആൾക്കാർ കുറച്ചൊക്കെ പരിശ്രമിച്ച് നോക്കി, കുറച്ചൊക്കെ ചെയ്തു നോക്കി, പക്ഷേ അപ്പോഴത്തേക്കും ഉണ്ടായതായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് മനസ്സ് മടുത്തു, മൂഡ് ഓഫായി, അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുന്ന ആളുകളെയാണ് ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അവർ കൊടുത്ത പ്രയോറിറ്റിയുടെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ദിശയുടെ ഏത് ദിശയിൽ പോകണം എന്നതായിരിക്കുന്ന അറിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ സ്കിൽ അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്യണോ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണോ, ഏതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണോ, അതിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഒരുപാട് എഫേർട്ട് കഴിഞ്ഞിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും ബിസിനസ്സിൻ്റെ ആണെങ്കിലും ഇൻഡസ്ട്രിയുടെ ആണെങ്കിലും കൃഷിയുടെ ആണെങ്കിലും ഒക്കെ ഏതൊരു ഫീൽഡിനാണെങ്കിലും അതിന് അതിൻ്റേതായിരിക്കുന്ന രീതിയിലുള്ള പുരോഗതിയും പുതിയ മെഷീനറികളുടെ, പുതിയ ടെക്നോളജിയുടെ, പുതിയ സപ്പോർട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ തരത്തിലും വരാറുണ്ട്. നമ്മൾ ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നും ഒരുപോലെ ചിന്തിക്കുന്ന ആൾ എന്നും ഒരുപോലെ പ്രവർത്തിക്കുന്നു, എന്നും ഒരുപോലെ പ്രവർത്തിച്ചാൽ അയാൾക്ക് ഫലം എന്നും ഒരുപോലെ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന്. ദിവസവും കഠിനമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തും തൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിലെ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ട്രെയിനിങ് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ഗ്രോത്ത് ഏത് സ്ഥലത്ത് നിന്നോ അവിടെ തന്നെ അങ്ങ് നിന്നു പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന കലയെ വികസിപ്പിക്കാൻ വേണ്ടി, അതിലൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണോ, പഠിക്കണോ, എന്തിനെക്കുറിച്ച് നമുക്കറിയണോ, അതിന് നമ്മൾ നമ്മുടെ മനസാന്നിധ്യം കാണിക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം, കുറച്ച് ധനം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമായിട്ട് ഒരിക്കലും മാറില്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന നേട്ടത്തിന് സഹയോഗിയായിട്ട് മാറാറേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിലല്ല നമുക്ക് സാധാരണ സംഭവിക്കുന്നത്. പക്ഷേ പൊതുവെ എല്ലാവരും ചെയ്യുക എന്താന്ന് വെച്ചാൽ, നമുക്കൊക്കെ ഇഷ്ടം മറ്റുള്ളവർ ചാർത്തി തരുന്ന ലാബിനുള്ളിൽ ജീവിക്കാനാണ്. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്കില്ലല്ലോ. പരിശ്രമിച്ച് നോക്കിയതാ, നമ്മളെ കൊണ്ടൊന്നത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല, എന്നാൽ പിന്നെ എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് നിൽക്കാനുള്ള ഒരു മനോഭാവം. എന്നാൽ ഉത്തരവാദിത്വം അവർക്കായി നമുക്കായില്ലല്ലോ. ഇങ്ങനെ തൻ്റെ ലൈഫിൽ ഒരിക്കലും നമ്മൾ ഈ രീതിയിൽ നമ്മുടെ മൂല്യം നമ്മൾ എത്ര കുറച്ച് കാണുന്നോ അത്രയും മറ്റുള്ളവർ തരുള്ളൂ. പലപ്പോഴും പലരും എന്നോട് പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ട റെസ്പെക്റ്റ് തരുന്നില്ല, എൻ്റെ വൈഫ് വേണ്ടത്ര റെസ്പെക്റ്റ് തരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ വേണ്ട റെസ്പെക്റ്റ് തരുന്നില്ല. ഇങ്ങനെ പല ആളുകളുടെ ഭാഗത്തുനിന്നും ഹസ്ബൻഡ് തന്നില്ല, വൈഫ് തന്നില്ല, എനിക്ക് ആദരവ് തരുന്നില്ല, എനിക്ക് വേണ്ടതായിട്ടുള്ള ആ ഡ്യൂ റെസ്പെക്റ്റിൽ എന്നോട് പെരുമാറുന്നില്ല എന്നതായിരിക്കുന്ന പലരുടെയും പരാതി ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഒരു ട്രെയിനറുടെ ഒരു പ്രോഗ്രാമിൽ ഞാനൊരു ക്ലാസ് പഠിക്കുന്ന സമയത്ത് കേട്ടപ്പോൾ ഒരു പോയിന്റ് എനിക്ക് വളരെ നല്ലതായി തോന്നി. അയാൾ പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചൊരു കാര്യമായിരുന്നു. അന്ന് 1000 രൂപയുടെ നോട്ടുള്ളതായിരിക്കുന്ന സമയമാണ്. അയാൾ 1000 രൂപയുടെ നോട്ട് എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ആ ട്രെയിനിങ്ങിൻ്റെ ഹാളിലുള്ള ആളോട് ചോദിക്കുകയാണ്, എത്ര പേർക്ക് ഈ നോട്ട് ഞാൻ തന്നാൽ ഞാൻ വാങ്ങിക്കൂ എന്നുള്ളൊരു കൈ ഉയർത്താൻ. ആ ഹാളിൽ കൈ ഉയർത്താത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൈ ഉയർത്തി, എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ നോട്ടിനെ അങ്ങ് ചുളുക്കി കയ്യിലിട്ടിട്ട് എന്നിട്ട് മേലേക്ക് ഒരു എറിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇനി ഈ നോട്ട് ആർക്ക് വേണം ചോദിച്ചു. അപ്പോഴും എല്ലാവരും കൈ ഉയർത്തി ഞങ്ങൾക്ക് വേണം ആ നോട്ട്, ഞങ്ങൾക്ക് വേണം ആ നോട്ട് എന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതെടുത്തിട്ട് താഴത്തിട്ടങ്ങ് ചുരുട്ടി കൂട്ടിയ സാധനത്തിന് അതേപോലെ അതിൻ്റെ മേലിട്ട് 2 വട്ടം അങ്ങ് ചവിട്ടി ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുന്നു കണ്ടു കാലുകൊണ്ട്. എന്നിട്ടും അയാൾ ചോദിച്ചു ആർക്ക് വേണം ഈ നോട്ട് എന്ന്. അപ്പോഴും എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം ആ നോട്ട് എന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് അവിടെ ഇട്ട ശേഷം പിന്നെ കുറച്ച് മണ്ണ് അതൊക്കെ കൊണ്ടുവരിപ്പിച്ചിട്ട് അതിനെ മേലെ ഇട്ട് ആ നോട്ടിൻ്റെ അടിയിലിട്ട് എന്നിട്ട് എടുത്ത് ചോദിച്ചു ഇനി ആർക്ക് വേണം ഈ നോട്ട് എന്ന്. അപ്പോഴും എല്ലാവരും പറഞ്ഞു ആ നോട്ട് വേണമെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? മണ്ണിൽ വീണാലും അഴുക്കിൽ വീണാലും എവിടെ വീണാലും ചുരുട്ടി എറിഞ്ഞാലും ചവിട്ടിയാലും 1000 രൂപയുടെ വാല്യൂ എപ്പോഴും 1000 രൂപ തന്നെയായിരിക്കും. നല്ലൊരു എക്സാമ്പിളായിരുന്നു ആ ക്ലാസ്സിൽ പഠിച്ചത്. വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മൂല്യം അതുതന്നെയാണ്.
ഞാൻ എൻ്റെ ജീവിതത്തിന് എന്ത് മൂല്യം കൊടുക്കുന്നുണ്ടോ ആ മൂല്യമാണ് മറ്റുള്ളവർ നമുക്ക് തരുന്നതായിട്ടുള്ള മൂല്യം. അതേസമയം എനിക്ക് അവർ മൂല്യം തരണം, അവരെനിക്ക് റെസ്പെക്റ്റ് ചെയ്യണം, ഇവരെന്നോട് റെസ്പെക്റ്റ് ചെയ്യണം, അവരെന്നോട് സ്നേഹത്തോടെ പെരുമാറണം, ഇവരെന്നോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയുമ്പോൾ, ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുകയാണത്, ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചേച്ചി ഒരു 10 രൂപ കടം തരുമോ, നാളെ തരാട്ടോ എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് 10 രൂപ കൊടുക്കുമായിരിക്കും. ഒരു ഭിക്ഷക്കാരൻ കടം ചോദിക്കും, നമ്മൾ ചിരിക്കുക ചെയ്യുക, കടം ചോദിക്കുന്ന ആൾ കണ്ടില്ലേ എന്ന്. അതേസമയം നമ്മൾ അറിയുന്ന പൈസ കയ്യിലുണ്ട് എന്ന് അറിയുന്ന തൊട്ടടുത്ത വീട്ടിലെ ആൾ വന്നിട്ട് ചേച്ചി ഒരു 10 രൂപ തരൂ, നാളെ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ എടുത്ത് കൊടുത്തേക്കും. കാരണം നമുക്ക് അവർ തരുന്നറിയാം, അവരുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. എന്ത് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ ആ സാധനം മറ്റുള്ളവർ നിങ്ങൾക്ക് തരാൻ തയ്യാറാവും. നിങ്ങൾ എത്ര വില നിങ്ങൾക്ക് കൽപ്പിക്കുന്നുണ്ടോ അത്ര വില മറ്റുള്ളവർ നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറാവും. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ മൂല്യം കൽപ്പിക്കുന്നവർ. നിങ്ങൾ നിങ്ങളുടെ മൂല്യം എത്ര മഹത്വത്തോടെ കൊടുക്കുന്നുണ്ടോ അത്രയും മഹത്വത്തോടെ മറ്റുള്ളവർ കൊടുക്കും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ സ്വയം വലിയ ആളാണെന്നുള്ളതായിട്ടുള്ള ഈഗോയിൽ നടക്കുക എന്നല്ല. കാരണം ഞാനൊരു ഇതിൽ വായിച്ചതായിട്ട് ഓർമ്മിക്കും, ഒരു തവള ലോറി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ നെഞ്ഞ് വീർപ്പിച്ച് കാണിച്ചിരിക്കുന്നത് തടയുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെടുത്ത് പൊങ്ങച്ചം പറഞ്ഞ് ലോറിയുടെ മുന്നിലേക്ക് എടുത്തു ചാടി തൻ്റെ വയറ് വീർപ്പിച്ച് നിന്ന് ലോറി വരുമ്പോൾ ലോറിയുടെ ചക്രം കയറി തവള അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്തു എന്ന്. ഇത്തരത്തിൽ ഇല്ലാത്തൊരു കാര്യത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുകയല്ല, മൂല്യം കൽപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ എനിക്ക് മൂല്യം കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ എൻ്റെ സമയത്തിന് വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അതിനെ പ്രോപ്പറായിട്ടുള്ള വേല് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്തിന് ഞാൻ മൂല്യം കൊടുത്തിരിക്കുന്നു. ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടും കേട്ടും സമയം കളയാതെ വേണ്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ സമയത്തിനും എൻ്റെ ബുദ്ധിയും ഞാൻ വിലമതിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നല്ല പെരുമാറ്റം മാത്രം കാഴ്ചവെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ ഞാൻ എന്നെ വിലമതിക്കുകയാണ്. ധനം നമുക്കൊരു പക്ഷേ ഇന്നുണ്ടായേക്കാം, നാളെ ഇല്ലായിരിക്കാം. ഇപ്പം ഇല്ലാത്ത ആൾക്ക് നാളെ ഉണ്ടായേക്കാം, ഉള്ളവനില്ലാതിരിക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തമാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ സ്റ്റഡി, നമ്മുടെ ടൈം, സമയം, സങ്കല്പം, ശ്വാസം, ഈ കാര്യങ്ങളെ ആരാണോ വാല്യൂ ചെയ്തുകൊണ്ട് ഈശ്വരൻ നമുക്ക് തന്ന നിധിയെ സൂക്ഷിച്ചുപയോഗിക്കുന്നു അവർ സ്വയം അവനവന് വില കൊടുക്കലാണ്. ഇനി മറ്റുള്ളവർ അവർക്ക് വില കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും സമയം വരുമ്പോൾ അവരവിടെ തെളിയിക്കപ്പെടുകയും ചെയ്യും, എല്ലാവരാലും ആദരണീയരായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എനിക്ക് തരുന്ന വിലയാണ് എൻ്റെ വീട്ടുകാരെനിക്ക് തരിക, ഞാൻ എനിക്ക് കൊടുക്കുന്ന വിലയാണ് എൻ്റെ നാട്ടുകാരെനിക്ക് തരിക, ഞാൻ എനിക്ക് കൊടുക്കുന്ന വിലയാണ് ഈശ്വരൻ്റെ മുന്നിൽ പോലും തലയുയർത്തി നിൽക്കാൻ വിധം നമ്മളെ യോഗ്യരാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയായിപ്പോയി, ഇങ്ങനെ സ്വയം പഴിക്കാതെ ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ പഴിചാരാതെ ഞാൻ എന്തോ അത് ഞാൻ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ നഷ്ടവും ഉണ്ടാക്കിയത്, എൻ്റെ ഭർത്താവാണ് എന്നെ ഇങ്ങനെയാക്കിയത്, എൻ്റെ ഭാര്യയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. നിരവധി പരാതികളുടെ കൂമ്പാരങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. എല്ലാവരോടും ഞാൻ ഒറ്റ ഉത്തരമാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി അച്ഛനും അമ്മയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി മറ്റൊരാളല്ല. അവരുടെ സാഹചര്യത്തിൽ അവർക്ക് എന്ത് തരാൻ പറ്റുമോ അവർ നമുക്ക് തന്നു. പക്ഷേ അതിൽ നിന്ന് ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്ത് എത്രയും ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വയം നമുക്ക് വില കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയ, സങ്കല്പ, ശ്വാസം, അതുപോലെ തന്നെ നോളജ്, ഈ കാര്യങ്ങളൊക്കെ ആർജിച്ചുകൊണ്ട് നിങ്ങളുടെ മൂല്യം എത്ര ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അത്രയും തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് മാനിച്ചോ മാനിച്ചില്ലേ നാളെ എല്ലാവരും നിങ്ങളെ മാനിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും, എല്ലാവരാലും മാനനീയനാവുകയും ചെയ്യും. പക്ഷെ ആദ്യം മാനിക്കേണ്ടത് സ്വയം നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വില കൊടുത്താൽ ഇന്ന് അതിനിപ്പോൾ 30 വയസ്സായി 40 വയസ്സായി ഇനി ഞാൻ ഇത് മാറാനാണെന്ന് വിചാരിക്കരുത്. ഏത് വയസ്സിലും നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഈ നിമിഷം, ഇതിനു കൂടി നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. ഇന്നത്തെ ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ സമയ, സങ്കല്പ, ശ്വാസത്തിന് വില കൊടുക്കൂ, അതിനെ പ്രോപ്പർ വേല നമുക്ക് ഉപയോഗിക്കൂ. എങ്കിൽ തീർച്ചയായിട്ടും നാളെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.